നമ്മളെന്തെങ്കിലും പ്രധാനപ്പെട്ട ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വരുന്നത്. പല നോട്ടിഫിക്കേഷനും വരുമല്ലോ. നമ്മളെ ജോലിക്ക് അത് തടസ്സമാവും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അത്യാവശ്യമുള്ള നോട്ടിഫിക്കേഷൻ മാത്രം വന്നാൽ മതി. ബാക്കിയൊക്കെ നമ്മളെ ജോലി കഴിഞ്ഞിട്ട് പിന്നത്തേക്ക് മാറ്റി വെക്കാൻ കഴിയുന്ന ഒരു സംഭവം. അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ച് ഇങ്ങനെ അതിൽ തന്നെ അഡിക്റ്റ് ആയി പോകും. അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ കുറച്ച് സമയത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അതിനൊരു സ്ക്രീൻ ടൈം വെക്കുക. പിന്നെ ചില ആൾക്കാരുണ്ട് ഷോർട്സ് യൂട്യൂബിലെ ഫേസ്ബുക്കിലെയൊക്കെ ഷോർട്സിന് അഡിക്റ്റ് ആയി പോവുക. ഈ ഷോർട്സ് നമുക്ക് കാണാണ്ടിരിക്കുക. ഇതിനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഈ വീഡിയോ. നമുക്ക് നോട്ടിഫിക്കേഷൻ ഷെഡ്യൂൾ ചെയ്യുക, ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിന് നമുക്ക് റീഗൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നേരം ഡയറക്റ്റ് വെബ്സൈറ്റിലേക്കാണ് പോവുക. അവിടുന്ന് ഏറ്റവും താഴെ ഭാഗത്ത് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഇതാട്ടോ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നേരം 1-2 പെർമിഷൻ ചോദിക്കുക, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഏറ്റവും മേലെ സ്ക്രീൻ ടൈം കാണിക്കും. അതിൻ്റെ താഴെ ആപ്പ് ലിമിറ്റ്സ്, ഷെഡ്യൂള്, ബ്ലോക്ക് റീല്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വരേണ്ട നോട്ടിഫിക്കേഷൻ, അതായത് നമുക്ക് എന്ത് ജോലിയിലായാലും അന്നേരം തന്നെ കിട്ടണമെന്നുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഏത് ആപ്പിൽ നിന്നാണോ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഏത് ആപ്പിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനാണോ നമുക്ക് വേണ്ടത് ആ ആപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള നോട്ടിഫിക്കേഷൻ മാത്രം വരും. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഷെഡ്യൂൾ ചെയ്യേണ്ടത് നമ്മളെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തേക്ക് ഷെഡ്യൂൾ ചെയ്യേണ്ടത് എവിടെ നിന്നാണോ അത് ഈ ഭാഗത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇവിടെ റീൽസ് ബ്ലോക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും റീൽസ് നമുക്ക് കൊടുത്ത് ബ്ലോക്ക് ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി കൊടുത്താൽ മതി. ഓണാക്കുന്ന ഒരു അക്സസിബിലിറ്റി പെർമിഷൻ ചോദിക്കുക, അത് അലോ ചെയ്ത് കൊടുക്കുക. ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നുള്ള റീൽസ് ഉണ്ടാവും, പക്ഷേ നമുക്കത് കാണാനാകില്ല. ആ ബ്ലോക്ക് ഒഴിവാക്കിയാലാണ് പിന്നെ കാണാനാവും കേട്ടോ. നമുക്കെന്നില്ല, കുട്ടികൾക്ക് മെയിനായിട്ട് കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്ന നേരം ഈ റീൽസ് ബ്ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ റീൽസിന് അഡിക്റ്റ് ആയി പോവുക. ചില കുട്ടികൾ ഇങ്ങനെ നീക്കി കണ്ടുകൊണ്ടിരിക്കും, മറ്റൊന്നും ശ്രദ്ധിക്കില്ല. അവർക്കൊക്കെ കൊടുക്കുന്ന നേരം വലിയ ഉപകാരമാണ് ഈ റീൽസ് ബ്ലോക്ക്. അതുപോലെ ആപ്പ് ലിമിറ്റ്, നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ ഒരു ടൈമർ വെക്കുക, ഇത്ര ടൈം കഴിഞ്ഞാൽ ഓഫ് ആവണമെന്നുള്ള. അതുപോലെ ചില ആപ്ലിക്കേഷൻ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആവശ്യമുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഫ്രീ ആട്ടോ, ഇത് പെയ്ഡൊന്നുമല്ല. അപ്പോൾ സംഭവം എന്തായാലും ഒരുപാട് ഉപകാരമുള്ള, ഒരുപാട് ഓപ്ഷൻസ് ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് റീഗൻ. ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മാപ്പ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.